ഹലോ, ഇത് കുറേ പഴയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ നാളായി വീഡിയോ എടുത്തിട്ടും എഡിറ്റ് ചെയ്തിട്ടും ഇട്ടിട്ടും. അപ്പോൾ ഇനിയെങ്കിലും ഇതിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അത് കാരണം കൊണ്ടാണ്. ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആയി. എന്തായാലും ഇനി മുൻപോട്ടുള്ള വീഡിയോസ് ഇടാൻ പറ്റാണ്ടാവും ഇതിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതിപ്പം ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഷോപ്പിങ്ങിന് പോവുകയാണ്. ചാലക്കുടിയിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും റെഡിയായി പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഇത് ഫ്രണ്ടിലുള്ള പണി ഇപ്പം അതൊക്കെ കഴിഞ്ഞു കുറേ ആയി കേട്ടോ ആക്ച്വലി. അപ്പോൾ ഇത് പണി നടക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഫ്രണ്ടിൽ അവിടെ പണി നടക്കുന്നുണ്ട്. അതിനുള്ള പണിക്കാരും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ചാലക്കുടിക്ക് പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ്. അപ്പുന് കല്യാണത്തിൻ്റെ തലേ ദിവസം ഇടാനുള്ള ഡ്രസ്സ് എടുക്കാനും ഒക്കെയാണ് പോണത് കേട്ടോ. അപ്പുനും പിന്നെ കുറച്ച് വേറെ ആൾക്കാർക്കും ഉള്ളതും അമ്മയ്ക്കും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ കല്യാൺ സിൽക്സിൽ ആണ് പോണത്. നമ്മളത് അവിടെ ചെന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മെൻസിൻ്റെ സെക്ഷനിലാണ് പോയത് അപ്പനുള്ള ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ തപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം നമുക്ക് അയിനൂണെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും രാവിലെ തൊട്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അവൻ ഇതുവരെ ഹാഫ് കൈയൊന്നും അങ്ങനെ അധികം ഇട്ട് കണ്ടിട്ടില്ല. ഇപ്പം എന്തോ ഒരു ഇൻട്രസ്റ്റ് ഹാഫ് കൈയിലൊക്കെ. അപ്പോൾ ഹാഫ് കൈയും ഫുൾ കൈയും എല്ലാം നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. അതിനിടയിൽ വേറെ കുറച്ച് ആൾക്കാർക്കും ഷർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് നമുക്ക്. അപ്പോൾ അതും നോക്കുന്നുണ്ട്. അവൻ അവിടെ ട്രയൽ റൂമിൽ പോണ സമയത്ത് നമ്മൾ വേറെയും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ പരിപാടികൾ. അപ്പോൾ അതെ അച്ഛനുള്ളത് അത് ഞാൻ പറഞ്ഞു കുറേ വേറെ ആൾക്കാർക്കും എടുക്കുന്നുണ്ട്. അച്ഛനുള്ളത് എടുക്കുന്നുണ്ട്. അവന് തന്നെ 2-3 ജോഡി അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തലേ ദിവസം സെറ്റുമുണ്ടിന് ഒരു കളർ കോഡ് ഉണ്ട്. അപ്പം അതേപോലെ തന്നെ കളർ കോഡ് വെച്ചിട്ടാണ് ജുഗ്നൂനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. അവൻ്റെ ഇടയിൽ ജുഗ്നൂന് വാശിയായി വേറെ ടൈപ്പ് വേറെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ വാങ്ങിച്ചു. അത് അപ്പം തന്നെ ഇട്ടു. പിന്നെ ജുഗ്നൂൻ്റെ വാശിയുടെ കാരണം തിരഞ്ഞു പോയപ്പോൾ നമുക്ക് മനസ്സിലായി വിശന്നിട്ടാണെന്ന്. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള മോഡി ബേക്കറിയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല നട്ടുച്ചയാണ്. നല്ല വെയിലത്ത് കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ ഷർട്ടിൽ തൂക്കിയിട്ടിട്ട് വയ്ക്കാതെ പോകുന്ന അന്തസ്സുള്ള എന്നെ കണ്ടില്ലേ നിങ്ങൾ. അത് കഴിഞ്ഞ് നമ്മളതേ മോഡി ബേക്കറിയിലെത്തി. നമ്മളെല്ലാവരും ഫുഡൊക്കെ പറഞ്ഞു. അത് ബേക്കറി അല്ലാണ്ട് റെസ്റ്റോറൻറ്റും കൂടിയാണ്. പണ്ടും മോഡി ബേക്കറി എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ ശീലമായിപ്പോയി. റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമ്മളത് ഫുഡൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ. ചുഗുന്നു അത്യാവശ്യം നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഫുഡ് വരികയും ചെയ്തു. ചുഗുന്നുവിന് വന്നുമില്ല. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ കുറേശ്ശെ വടയും അതൊക്കെ എടുത്തു. പക്ഷെ അവൻ പൊറോട്ടയെ പറഞ്ഞു. അപ്പോൾ അവനത് കിട്ടാണ്ട് വേറെ ഒന്നും കഴിക്കില്ല എന്നുള്ള ദേഷ്യവും വാശിയൊക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കുറേശ്ശെയൊക്കെ കൊടുത്ത് ഇരിക്കുമ്പോഴേക്കും പൊറോട്ടയൊക്കെ വന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. ഇവിടെ ബേക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചാക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തിയിട്ട് അമ്മയ്ക്ക് സാരി എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല പോയത്. കിട്ടുകയാണെങ്കിൽ എടുക്കാം, നോക്കാം, അങ്ങനെയൊക്കെയുള്ള ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന വേറെ സാരികൾ കുറച്ചിങ്ങനെ നോക്കി വന്നപ്പം എന്നാൽ അമ്മയ്ക്കുള്ള സാരി ഉണ്ടോയെന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് നല്ല സാരി കളക്ഷൻസ് അവിടെ കണ്ടു. അപ്പോൾ എന്നാൽ അമ്മയ്ക്കുള്ളതും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉടുത്ത് നോക്കുകയുണ്ടോ. ഉടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് നല്ലത്, ഇതാണ് അടിപൊളി എന്നൊക്കെ തോന്നും. പക്ഷേ ഉടുക്കുമ്പോൾ ചിലപ്പം വേറെ ആയിരിക്കും നമുക്ക് ചേരുന്നത്, നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നത് വേറെ ആയിരിക്കും. അങ്ങനെ അപ്പോൾ എല്ലാവരും സാരി എടുക്കുമ്പോൾ മാക്സിമം ഉടുത്ത് തരാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടുത്ത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. കാരണം നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. നമുക്കൊരു സാരി ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്നാലും വേറെ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പല സാരികളും കൊണ്ട് ഉടുത്ത് നോക്കിയപ്പോഴാണ് നമുക്ക് ചേർന്നത് കൃത്യമായിട്ട് കിട്ടിയത്. അങ്ങനെ നമ്മളതേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരിയും കാര്യങ്ങളൊക്കെ എടുത്ത് ബില്ലൊക്കെ അടച്ചതേ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മളിതെല്ലാം കഴിഞ്ഞ് ഓൾറെഡി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതായി നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. എന്നിട്ട് ഇന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് പാടൂർക്ക് പോകണം. അപ്പം നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്കും പണിക്കാരൊക്കെ പോയെന്ന് തോന്നുന്നു. അത്രയും ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ എത്തിയപ്പം. അത് കഴിഞ്ഞ് ഞങ്ങളതേ ചായയൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പാടൂർക്ക് പോണത് കേട്ടോ രാത്രി. അപ്പോൾ ജുഗുനും ഉറക്കമായി മടിയിൽ കിടന്നിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളതേ പാടൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അച്ഛൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് സൂര്യചേട്ടൻ എന്തോ മീറ്റിങ്ങിന് പോയിക്കാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരും ഉറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.